ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഈസി ആയിട്ടുള്ള നല്ല എമ്മി ഫിഷ് ഫ്രൈ ആണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വിനാഗിരി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധാരണ ഫിഷ് ഫ്രൈ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഫിഷ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എന്നാലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഓർത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വിനാഗിരി, പിന്നെ കുറച്ച് വെള്ളവും. ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ഒത്തിരി തിക്കാവണ്ട, എന്നാൽ ഒരുപാട് തിന്നും ആവാതെ പാകത്തിനാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മസാല നമ്മൾ കഴുകി വെച്ച മീൻ കഷ്ണങ്ങളിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. എല്ലാ സൈഡിലും നല്ലോണം തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് തിന്നാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ പൊരിക്കുമ്പോൾ ഈ ഗ്രേവിയൊന്നും ഇല്ലാതെ ഒരു ഉണങ്ങിയിരിക്കുന്ന പോലെ ആയിരിക്കും മീൻ പൊരിച്ച് കഴിഞ്ഞാൽ. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ മേലൊക്കെ ആ ഒരു ലെയർ പോലെ ഉണ്ടാവും ഈ മസാലയുടെ. അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടുന്ന മീനിന്. അപ്പം നമുക്ക് നമ്മളെ എല്ലാ കഷ്ണങ്ങളിലും മസാല ആക്കി കൊടുക്കാം. വലിയ അയില, ഒരു മത്തിയാണ് മീൻ എടുത്തത് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു അയില, ഒരു മത്തിയും ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അതാണ് എടുത്തത് പൊരിക്കാൻ വേണ്ടിയിട്ട്. അയില ഒരു അയിലയിൽ നിന്ന് തന്നെ 3 കഷ്ണം കിട്ടി. വലിയ അയിലയായിരുന്നു. പിന്നെ ഒരു മത്തി. അപ്പം ഇതാ മസാലയൊക്കെ ആയി റെഡി ആയിട്ട് വരുന്നുണ്ട്. നല്ലോണം എല്ലാ ഭാഗത്തും നല്ലോണം മസാലയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഫ്രീസറിനകത്ത് വയ്ക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതിയാവും. ഒരു 10 മിനിറ്റ് ഫ്രീസറിനകത്ത് വെച്ചിട്ട് നമുക്ക് എടുത്തിട്ട് പൊരിക്കാം. അപ്പോൾ ദാ ഞാൻ മീനെടുത്ത് ചൂടായ എണ്ണയിൽ ഇട്ട് പൊരിക്കാൻ തുടങ്ങി. അപ്പം എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാണ് പൊരിക്കുന്നത് കേട്ടോ.
അപ്പോൾ അതാ ഞാൻ മീനെല്ലാം പൊരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. 2 സൈഡും ചെറിയ തീയിൽ വെച്ചിട്ട് പൊരിച്ചെടുത്തതാണ്. അതൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ മസാലയൊക്കെ കണ്ടോ, ഇതിന് മേളിൽ ഇങ്ങനെ ഒരു ലെയർ പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ മീനൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുത്താണ്. എനിക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയില്ല, എന്നാലും ഞാൻ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഫിഷ് ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, റെസിപ്പി ലൈക്ക് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.